നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഒസാസുനയെ അവർ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം റോബർട്ട് ലെവൻഡോസ്കി, വണ്ടർകിഡ് ലാമിനെ യമാൽ എന്നിവരുടെ ഗോളുകളാണ് ഈ മത്സരത്തിൽ FC ബാഴ്സലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതോടുകൂടി സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൽ ക്ലാസിക്കോ മത്സരമാണ് ഫൈനലിൽ കാത്തിരിക്കുന്നത്. ബാഴ്സലോണയുടെ ചിരവൈരികളായ റയൽ മാഡ്രിഡുമായാണ് അവർ ഈ ഒരു കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക. ഏതായാലും മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിലായിരുന്നു ലാമിനെ യമാലിന്റെ ഗോൾ പിറന്നത്. ജോവോ ഫെലിക്സിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ. വളരെയധികം മികച്ച ഒരു ഗോൾ തന്നെയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 16 വയസ്സുകാരനായ ഈ താരം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായമാണ്. ആ ഒരു പ്രായത്തിലാണ് നിരവധി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഗോൾ നേടിയതോടുകൂടി ഈ ടൂർണമെന്റിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ലാമിനെ യമാൽ ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ താരം സ്വന്തമാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ റെക്കോർഡ്. അതിനു മുൻപ് തന്നെ 3 റെക്കോർഡുകൾ അദ്ദേഹം തന്റെ പേരിലാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ലാലിഗയിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് നേരത്തെ ലാമിനെ യമാൽ അഥവാ ഈ ഒരു 16-കാരൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. അതുപോലെ തന്നെ സ്പെയിനിന്റെ ദേശീയ ടീമിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇങ്ങനെ അമൂല്യമായ 4 റെക്കോർഡുകളാണ് ഈ ഒരു 16-കാരൻ ഇപ്പോൾ നേടിയിട്ടുള്ളത്. ഏതായാലും ഇനി റയലിനെതിരെയുള്ള ഫൈനൽ മത്സരമാണ്. ആ മത്സരത്തിലും ഈ ഒരു താരത്തിന് അവസരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.